Hello, students. Today we are going to discuss the topic IPR, that is Intellectual Property Right. IPR എന്ന് പറഞ്ഞാൽ Intellectual Property Right എന്ന് പറഞ്ഞാൽ it is a right given to a person for the creation of his mind. It includes his inventions, his literacy, his artistic work, any kind of creation. Actually, the creation was a result of the idea of his mind. So, in simple terms, we can say that intellectual property right is the right given to a person for the creation of his mind. That include all these things. നമ്മൾ എന്തെങ്കിലും ഐഡിയാസോ എന്തെങ്കിലും ഇൻവെൻഷൻസോ എന്തെങ്കിലും ഇൻവെൻഷൻസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളോ എന്തെങ്കിലും ഐഡിയാസോ എന്തെങ്കിലും റെസിപ്പീസോ എന്തെങ്കിലും ഡിസൈൻസോ ഇതൊക്കെ നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മൾ ചിന്തിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റൈറ്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക IPR എന്നത്. ആ റൈറ്റ് കൊടുക്കാൻ വേണ്ടി ഇന്ത്യയിലും നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവൽസിലൊക്കെ അതോറിറ്റീസ് ഉണ്ട്. അതാണ് IPR എന്ന് പറയുന്നത്. And that IPR outlined in Article 27 of Universal Declaration of Human Rights. Okay. അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് this IPR was first recognized in Paris Convention for Protection of Industrial Property in 1883. അതിന്റെ റെലവൻസ് അന്ന് മുതലേ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് IPR-ന്റെ. ഇനി നമുക്ക് പറയാം IPR എന്ന് പറഞ്ഞാൽ we can see different kinds of IPR. പല ടൈപ്പ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് പാറ്റന്റ്. One is called patent. Second one is called copyright. രണ്ടാമത്തെ റൈറ്റ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് കോപ്പിറൈറ്റ്. ഓക്കെ. മൂന്നാമത്തെ റൈറ്റ് ആണ് ട്രേഡ് മാർക്ക്. ISI മുദ്രയൊക്കെ ഉണ്ട് ട്രേഡ് മാർക്ക്. ട്രേഡ് സീക്രട്ട്. ഡിസൈൻസ്, ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഓർണമെന്റ്സിനൊക്കെ ഡിസൈൻ ഉണ്ടാവും. അതിനൊക്കെ നമുക്ക് എന്തുണ്ട്? കോപ്പിറൈറ്റ് ഉണ്ട്. കോപ്പിറൈറ്റ് അതിനൊക്കെ നമുക്ക് റൈറ്റ്സ് ഉണ്ട്. ഡിസൈൻസ്. പിന്നെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്. ചില പ്രോഡക്റ്റിന്റെ മേലെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉണ്ടാവും. അതിന് റൈറ്റ് ഉണ്ട്. അതിന് നമുക്ക് പാറ്റന്റ് എടുക്കാം. റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലാൻ ബ്രീഡേഴ്സ് റൈറ്റ് ഉണ്ട്. ഇപ്പൊ പ്ലാൻ ബ്രീഡിങ്ങിൽ സയന്റിസ്റ്റുകളൊക്കെ പലതരത്തിലുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കും. അതിനൊക്കെ നമുക്ക് റൈറ്റ് ഉണ്ട്. ഓക്കെ. ദീസ് ആർ ദ ഫ്യൂ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. സോ നമുക്ക് ഒന്നുകൂടി പറയാം. we can say that intellectual property right is the right of a person. It's a right given to a person for the creation of his mind, which indicates that it's a right given to a person for his ideas and inventions. That is IPR. Okay. Now let us try to understand what are all the different types of IPR that are discussed here. Okay. So we are going to study all these different types of IPR. Okay. One is called patent. Patent എന്ന് പറഞ്ഞാൽ സാധാരണ it is a right given to a person, especially for his technical inventions. For example, radio discovered by Marconi. Marconi and radio കണ്ടുപിടിച്ചെന്ന് പറയും. അപ്പോൾ അതൊരു ഇൻവെൻഷൻ ആണ്. അപ്പൊ അതെന്ത് ചെയ്യാം? അത് ആ കണ്ടുപിടിച്ച ആൾക്ക് മാത്രം റൈറ്റ് കൊടുക്കുക. അയാൾക്ക് അത് യൂസ് ചെയ്യാം. വേറെ ആരെയും യൂസ് ചെയ്യാൻ പാടില്ല. ഇനി വേറെ ആരെയും യൂസ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് പ്രോപ്പർ പേയ്മെന്റ്, അയാൾ പ്രോപ്പർ ഓതറൈസേഷൻ, അയാൾ അംഗീകാരം വാങ്ങാം.
അല്ലെങ്കിൽ അയാളിന്ന് അത് വിൽക്കാം, ആ പാറ്റന്റ് അയാൾക്ക് സെയിൽ ചെയ്യാം, ഇത്ര രൂപക്ക് സെയിൽ ചെയ്യാം, എന്നിട്ട് ഉപയോഗിക്കാം. അല്ലാതെ ഒരാള് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റോ ഇൻവെന്റ് ചെയ്താൽ ആ ഇൻവെന്റ് ചെയ്ത ആൾക്കാണ് അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ്, അത് വിൽക്കാനുള്ള റൈറ്റ്. ഓക്കെ, അതിനാണ് നമ്മൾ പാറ്റന്റ് എടുക്കാന്ന് പറയുന്നത്. ഞാൻ പാറ്റന്റ് നമുക്ക് എന്താ ഓരോ കമ്പനീസിനോ വ്യക്തികൾക്കൊക്കെ വിൽക്കാം. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ മെറ്റീരിയലായി മാറും. ഓക്കെ, അതാണ് പാറ്റന്റ്. നോർമലി ഇറ്റ്സ് എ റൈറ്റ് ഗിവൺ ടു ആൻ ഇൻവെൻഷൻ. അതുപോലെ റൈറ്റ് ബ്രദേഴ്സ് ആണ് ഫസ്റ്റ് എയറോപ്ലെയിൻ എല്ലാം ഡിസൈൻ ചെയ്തെന്ന് പറയും. അപ്പൊ അതിന്റെ പാറ്റന്റ് അവർക്ക് ആണോ? അങ്ങനെ പാറ്റന്റ് എടുക്കുന്നതിനാണ് നമ്മൾ അങ്ങനെ ആ ലൈസൻസ് എടുക്കുക. അവർക്ക് അയാൾക്ക് മാത്രമേ വിൽക്കാനും യൂസ് ചെയ്യാനുള്ള അവകാശമുള്ളൂ എന്നുള്ള റൈറ്റ് ലൈസൻസ് എടുക്കുന്നതിനാണ് നമ്മൾ പാറ്റന്റ് എടുക്കുന്നത്. ടെക്നിക്കൽ ഇൻവെൻഷൻസിനാണ് പ്രധാനമായും നമ്മൾ പാറ്റന്റ് എടുക്കാറ്. അതുപോലെ തന്നെ കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ്സ് പറഞ്ഞാൽ സാധാരണ ഇറ്റ്സ് എ റൈറ്റ് ഗിവൺ ടു എ പേഴ്സൺ ഫോർ ഹിസ് ആർട്ടിസ്റ്റിക് വർക്ക്. അല്ലെങ്കിൽ ബുക്സ്, നോവൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് അല്ലെങ്കിൽ മ്യൂസിക് കോമ്പോസിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ കോപ്പിറൈറ്റ് കൊടുക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ റൈറ്റ്, അങ്ങനത്തെ റൈറ്റ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോപ്പിറൈറ്റ്സ് പറയാം. ട്രേഡ് മാർക്ക് it is a right given to a person for a specific symbols, for a specific emblem, for a specific letter. അതിനൊക്കെ ഉദാഹരണം നമ്മളെ മിൽമ പാലിന്റെ പാക്കറ്റ്, തൈന്റെ പാക്കറ്റ് ഒക്കെ എടുത്താൽ മിൽമക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിമ്പിളാണ്, എംബ്ലം ആണ്, അതൊരു ട്രേഡ് മാർക്കാണ്. ഇപ്പൊ ഇതിന്റെ യൂസസ് എന്താ മനസ്സിലാക്കുക? കസ്റ്റമേഴ്സിന് ഒരു ഗ്യാരണ്ടി കൊടുക്കാനാണ്. എന്ത്? ആ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് ഇന്ന സിമ്പിൾ ഉണ്ടാവും. ഇപ്പൊ മിൽമന്റെ പ്രോഡക്റ്റ് ആണ് തിരിച്ചറിയാൻ അതിന് മേലെ ആ സിമ്പിൾ ഉണ്ടാവും. ISI മുദ്ര ആണോ? അതൊക്കെ ട്രേഡ് മാർക്കാണ്. അതൊക്കെ നമ്മൾ അങ്ങനത്തെ റൈറ്റ് നേടിയെടുക്കുന്നതിനാണ് വിളിക്കാൻ ട്രേഡ് മാർക്ക്. ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഓരോരോ പ്രോഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ട്രേഡ് സീക്രട്ട് ഉണ്ടാവും. ആ ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഐഡിയ ആണ്. അപ്പൊ അതിനും റൈറ്റ് എടുക്കാം. അതാണ് ട്രേഡ് സീക്രട്ട്. പല ഫുഡ് പ്രോഡക്റ്റും ഒരു ട്രേഡ് സീക്രട്ട് ഉണ്ടാവും. ആ ട്രേഡ് സീക്രട്ട് വേറൊരാൾ യൂസ് ചെയ്യാൻ പാടില്ല. ആ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റൈറ്റ് എടുക്കാം. ഓക്കെ, അതാണ് നമ്മൾ എന്താ പറയുന്നത്? ട്രേഡ് സീക്രട്ട്. അതുപോലെ തന്നെ ഓർണമെന്റ്സ് പോലെയുള്ള മെറ്റീരിയൽസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ഉണ്ടെങ്കിൽ, ഡിസൈൻ നമ്മൾ നമ്മുടെ മൈൻഡ് കൊണ്ട്, നമ്മൾ ഐഡിയാസ് കൊണ്ട് ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് നേടിയെടുക്കുന്നതിനാണ് നമ്മൾ പറയാ ഡിസൈൻസ്. അതുപോലെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. certain products are formed or created within a specific locality. ചില പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, ചില പ്രോഡക്റ്റിന്റെ റെലവൻസ്, ചില പ്രോഡക്റ്റിന്റെ ജെന്യൂനിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒറിജിനാലിറ്റി കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്നത് അതൊരു സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ചില പ്രോഡക്റ്റ് ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ടായിരിക്കും. ആ ലൊക്കേഷൻ ആണ് അതിന്റെ ഒറിജിനാലിറ്റി തെളിയിക്കുന്നത്. ഉദാഹരണം പറയാം, തലയാട്ടി ബൊമ്മ, തഞ്ചാവൂർ തലയാട്ടി ബൊമ്മ എന്ന് പറയും. തഞ്ചാവൂരിൽ നമ്മൾ കണ്ടിടായപ്പോൾ ഇങ്ങനെ തലയാട്ടി ഇങ്ങനെ ബൊമ്മ, ഇങ്ങനെ തലയാട്ടി ബൊമ്മ. അതിന്റെ ട്രേഡ് സീക്രട്ട്, അതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് തഞ്ചാവൂർ. കണ്ടോ, പെർട്ടിക്കുലർ ഏരിയ. അങ്ങനെ ചില പ്രോഡക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ തന്നെ ട്രേഡ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉണ്ടാവും. അതിനും എന്തുണ്ട്? അതിനും റൈറ്റ്സ് ഉണ്ട്. അപ്പൊ ആ റൈറ്റ് ആ സാധനത്തിന്റെ ആ എംബ്ലം വെച്ച് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ലൊക്കാലിറ്റി വെച്ചിട്ട് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു പൈറസിയാണ്. ഓക്കെ, അതാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് എന്ന് പറയും. അതുപോലെ പ്ലാൻ ബ്രീഡേഴ്സ് റൈറ്റ്. ലാസ്റ്റ് വൺ ആണ് പ്ലാൻ ബ്രീഡേഴ്സ് റൈറ്റ്. പ്ലാൻ ബ്രീഡേഴ്സ് റൈറ്റ് എന്ന് പറഞ്ഞാല് ബയോടെക്നോളജി, നമ്മുടെ ബയോളജിയിലൊക്കെ നമ്മൾ ധാരാളം ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കും. ദൈവം ഉണ്ടാക്കാത്തുള്ള പ്ലാന്റുകളുണ്ട്. ശാസ്ത്രജ്ഞന്മാരെ വികസിപ്പിച്ചെടുത്ത ചെടികളുണ്ട്. ആ ചെടികൾ ആരാണോ വികസിപ്പിച്ചെടുത്ത്, ആരാണോ ഡിസൈൻ ചെയ്തുണ്ടാക്കിയത്, അതിനും എന്ത് ചെയ്യാം? ഒരു റൈറ്റ് ഉണ്ട്. അതിനും ഒരു ലൈസൻസ് നേടിയെടുക്കാൻ പറ്റും. ആ റൈറ്റ് അയാൾക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനത്തെ പ്ലാന്റ് വിൽക്കാനോ ഉപയോഗിക്കാനോ ഉള്ള പെർമിഷൻ അയാൾക്ക് മാത്രമേ ഉള്ളൂ. ആ പെർമിഷൻ വേണം നമുക്ക് എന്ത് ചെയ്യാൻ? വേറെ സെയിൽ ചെയ്യാൻ പറ്റും. ആ റൈറ്റ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലാൻ ബ്രീഡേഴ്സ് റൈറ്റ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായി? ഉദാഹരണം പറയാം.
ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ധാരാളം ബസുമതി റൈസിന്റെ വെറൈറ്റി ഉണ്ട്. ബസുമതി ബിരിയാണി വെക്കുന്ന റൈസ്, ബസുമതി റൈസിന്റെ വെറൈറ്റി ഒക്കെ ഉണ്ട്. അതൊക്കെ ധാരാളമായിട്ട് ബസുമതി റൈസിന്റെ ഒക്കെ പുതിയ പുതിയ വെറൈറ്റി ഡിസൈൻ ചെയ്ത് പല പല പാറ്റന്റ് എടുത്താണ്. ചില ബസുമതി റൈസിന്റെ പാറ്റന്റ് ഒക്കെ അമേരിക്കൻ കമ്പനിക്കൊക്കെയാണ് ആണ്. അത് അവരൊക്കെ എങ്ങനെ അതിന്റെ റൈസ് നേടിയെടുക്കുന്നതാണ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കാം, പ്ലാന്റ് ബ്രീഡേഴ്സ് റൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഏത് കാറ്റഗറി വരുന്നതാണ്? IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇതിന്റെ റെലവൻസ് എന്താ, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന what are the significance of this IPR? IPRന്റെ പ്രാധാന്യം എന്താണ്? അപ്പൊ ഇതിൽ ഒന്നാമത്തെ പ്രാധാന്യമാണ് ടു എൻകറേജ് ദ ഇന്നോവേഷൻസ്. ഒരാളെ കണ്ടുപിടുത്തത്തിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇല്ലെങ്കിൽ ഒരാൾ ഒരു ഇന്നോവേഷൻസ് ഒരാൾ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ അതിന് പ്രോപ്പർ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ അത് മറ്റു പല ആളുകളും ഉപയോഗിച്ച് അവരുടേതാക്കി മാറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾ ഡിസ്കറേജ് ആകും. ഇയാൾക്ക് പിന്നെയും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു എന്തുണ്ടാവില്ല, ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതുവഴി നമ്മൾ എൻകറേജ് ചെയ്യണം ഇന്നോവേഷൻസിന്. അയാൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണം. ഓക്കെ, രണ്ടാമത് അങ്ങനെ എല്ലാ ആളുകളും അങ്ങനെ ബെനിഫിറ്റ് കിട്ടുമ്പോഴേ ഓരോരോ ഇന്നോവേഷൻസ് ഒക്കെ ട്രൈ ചെയ്യുള്ളൂ, കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോഴേ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ രണ്ടാമത്തെ ഫാക്ടർ. മൂന്നാമത്തത് സേഫ് ഗാർഡ് ദ റൈറ്റ് ഓഫ് ക്രിയേറ്റർ. ഒരാളൊരു സാധനം കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ ഒരു ഐഡിയാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രൊട്ടക്ട് ചെയ്യണം. അത് പ്രൊട്ടക്ട് ചെയ്യുമ്പോഴേ ആ ക്രിയേറ്ററിന് വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുപോലെ അതിനൊരു ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടണം. അത് ഞാൻ കണ്ടുപിടിച്ച സാധനം ആരും ഉപയോഗിക്കില്ല എന്നൊരു ഉറപ്പ് കിട്ടണം അതിനു വേണ്ടിയിട്ട്. 4, ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി. ഇങ്ങനെ പല പല ഇന്നോവേഷൻസും ഐഡിയാസ് ഒക്കെ ഉണ്ടാവുമ്പോഴേ അത് മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യാനും അതുവഴി ലോകത്തിന്റെ ഒരു ഡെവലപ്മെന്റ്, നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും ഒക്കെ ഡെവലപ്പ് ആകും. ഇങ്ങനെ ഇതൊക്കെയാണ് IPRന്റെ ഉദ്ദേശ ലക്ഷ്യവും സിഗ്നിഫിക്കൻസും ഒക്കെ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കേണ്ടത് മേജർ IPR ഇഷ്യൂസ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്നുള്ള ഫീൽഡിൽ എന്തൊക്കെ ഇഷ്യൂസ് ആണ്? 1, ലാക്ക് ഓഫ് proper legal protection. Lack of proper legal protection. ഉദാഹരണം, നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ മുന്നിലൊക്കെ ഉണ്ടാവും കോപ്പിറൈറ്റ്. അതുപോലെ ഫിലിംസിലൊക്കെ ഉണ്ടാവും കോപ്പിറൈറ്റ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിന്റെ മേലെ കോപ്പിറൈറ്റ് ഉണ്ടാവും. സാധാരണ നമ്മൾ എല്ലാവരും ഒറിജിനൽ ടെക്സ്റ്റ് ബുക്ക് ആണോ വായിക്കാറ്? എത്രയോ വിലപിടിപ്പുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ബൈൻഡ് ചെയ്യാറുണ്ട്. ശരിക്കും അതൊരു ലീഗലി അതൊരു ക്രൈമാണ്. കാരണം ഒരു ഓതർ അയാളുടെ ഐഡിയാസ് ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ അയാൾക്ക് പ്രോപ്പർ പേയ്മെന്റ് കൊടുത്ത് പ്രോപ്പർ മെത്തേഡ് വാങ്ങേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഫോട്ടോ കോപ്പി എടുക്കുന്നു. അപ്പൊ അത് എന്താണ്, ഒരു ക്രൈമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതെന്താ, ലാക്ക് ഓഫ് ലീഗൽ പ്രൊട്ടക്ഷൻ ആണ്. അതുകൊണ്ടാണ് വലിയ ഫോട്ടോഷോപ്പ് കടകളിലൊക്കെ ഇടയ്ക്ക് റെയ്ഡുകളൊക്കെ വരാറ്. അത് ഇങ്ങനത്തെ കാര്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പണ്ട് കാലത്തൊക്കെ CD ഷോപ്പുകളൊക്കെ ഉണ്ടാവാറില്ല, ഫിലിമിന്റെ ഡിസ്ക് CD ഒക്കെ, അവിടെയൊക്കെ റെയ്ഡ് വരും പുതിയ പുതിയ ഫിലിംസിന്റെ ഒക്കെ CD ഒക്കെ പിടിക്കാൻ വേണ്ടി. ഓക്കെ, അതൊക്കെ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ആണ്. അതൊക്കെ IPRന്റെ ഭാഗമാണ്. അപ്പം ഒരു ഇഷ്യൂ ആണ് ലാക്ക് ഓഫ് പ്രോപ്പർ ലീഗൽ പ്രൊട്ടക്ഷൻ. 2, ബയോപൈറസി. നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞു പ്ലാന്റ് ബ്രീഡേഴ്സ് റൈറ്റ്സ്. ബയോപൈറസി എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയ, ജനിതകമായി മാറ്റം വരുത്തിയ ചെടികളൊക്കെ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടും പ്ലാന്റ് ബ്രീഡേഴ്സ് റൈറ്റ് ഉണ്ടാവും, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പക്ഷെ ആ പ്ലാന്റ് ബ്രീഡേഴ്സ് റൈറ്റ് നോക്കാതെ പല ആളുകളും അതിനെ വളർത്താനും യൂസ് ചെയ്യാനൊക്കെ തുടങ്ങും. ഓക്കെ, ഒരാള് പാറ്റന്റ് എടുത്ത സാധനം, ഒരാൾക്ക് റൈറ്റ്സ് ഉള്ള സാധനം വേറൊരാള് അയാളുടെ അനുമതിയോ അംഗീകാരമോ ഇല്ലാതെ ഉപയോഗിക്കാം. അതിനാ ബയോപൈറസി. അങ്ങനത്തെ ആളുകളെ പിടിക്കപ്പെടാൻ മോണിറ്റർ ചെയ്യാനുള്ള അപര്യാപ്തത, അതാണ് ആദ്യത്തെ ലാക്ക് ഓഫ് പ്രോപ്പർ ലീഗൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, പിന്നെ മൂന്നാമത്താണ് ഒരാള് റൈറ്റ്സ് എടുത്ത സാധനം, നമുക്ക് ഒറ്റ പറയാം, പ്ലാജിയാരിസം. ഒരാളുടെ ട്രേഡ് സീക്രട്ടോ അല്ലെങ്കിൽ ഒരാള് കോപ്പിറൈറ്റ് എടുത്ത ബുക്സോ അതൊക്കെ അതിൽ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുക,
ചെറിയ മാറ്റങ്ങൾ വരുത്തി കോപ്പി ചെയ്യാം. പ്ലാജിയാരിസം. ഓക്കെ, ഇതെല്ലാമാണ് ഏതിൽ വരിക? IPR ഇഷ്യൂസിൽ വരും. ഓക്കെ, അതുപോലെ തന്നെ ലീഗലി ധാരാളം ഇഷ്യൂസും ഈ IPR വരും. ഓക്കെ, നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ. ഫോർ എക്സാമ്പിൾ ഫോറിനേഴ്സിന് ധാരാളം ആശങ്കകൾ ഉണ്ടാവാറുണ്ട്. അവരെ പ്രോഡക്റ്റ് ഇവിടെ എത്തുമ്പോൾ അതിന് ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടുമോ ഇല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ IPR ഇഷ്യൂസിലാണ് വരിക. ഓക്കെ.